ഓം ഗുരുഭ്യോ നമ. നമ്മൾ ഇന്ന് പറയാൻ പോണത് ഈ പുല വാലായ്മയെ കുറിച്ചാണ്. പുല വാലായ്മ. ഈ പുല എന്ന് പറയുന്നത് മരണസംബന്ധമായ അശുദ്ധിയും വാലായ്മ എന്ന് പറയുന്നത് ജനന സംബന്ധമായിട്ടുള്ള അശുദ്ധിയുമാണ്. അപ്പോൾ സംസ്കൃതത്തിൽ ഇതിനെ ആശൗചം എന്ന് പറയും. ആശൗചം. ഈ സമയത്ത് ക്ഷേത്ര ദർശനം, ജപം, അതുപോലെ ഹോമം, ദേവപൂജ, വ്രതം ഇതൊന്നും പാടില്ല. ഇതിൽ നിന്നൊക്കെ പുല വാലായ്മ ഉള്ളവർ മാറി നിൽക്കണം. ഇത് ആചാര്യന്മാർ ഏർപ്പെടുത്തിയ ഒരു ആചരണമാണിത്. ജനനം മരണം ആർത്തവം എന്നിവയുമായി ഈ മനുഷ്യ ശരീരത്തിൽ ചില പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ ശരീരത്തിന് ചുറ്റുമുള്ള പരിവേഷം എന്ന് പറഞ്ഞാൽ ഓറ, നമ്മുടെ ശരീരത്തിൻ്റെ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഒരു ഓറയുണ്ട്. അതിന് ഈ ഓറയ്ക്ക് ഇത്തരം അവസ്ഥകളിൽ ഊർജ വ്യതിയാനം വരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ശാസ്ത്രീയമായി കണ്ടെത്തിയേക്കണം, അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ അങ്ങനെ ശരീരത്തിൽ ന്യൂനോർജം, ആ സമയത്ത് ശരീരത്തിൽ ന്യൂനോർജം പ്രസരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ശരീരത്തിൽ ന്യൂനോർജം പ്രസരിക്കുന്ന ഈ സമയം ദൈവിക ശക്തികൾ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കും. അതാണ് ഈ സമയത്ത് ഈ ക്ഷേത്ര ദർശനമോ മറ്റോ ഒന്നും പാടില്ല, നമുക്ക് അശുദ്ധി വന്നേക്കാണ്. അതാണ് പറഞ്ഞത്. അപ്പോൾ ജനന മരണത്തിന് ആശൗചം, അതായത് അശുദ്ധി 15 ദിവസമാണ്, ആർത്തവത്തിന് 7 ദിവസം. ഇതാണ് അതിൻ്റെ ആ ഒരു ഇത് ആചാര സംഗ്രഹം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് ഇതിനെക്കുറിച്ച് പറയണം. ആചാര സംഗ്രഹത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണിത്. അതായത് മരണത്തിന് 15 ദിവസവും മറ്റേതിന് ഈ 7 ദിവസവും എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ കുടുംബത്തിലെ രക്തബന്ധമുള്ള എല്ലാവരിലും അടങ്ങിയിരിക്കുന്ന ആത്മാംശം പരസ്പരം ബന്ധമുള്ളതാണ്. ഈ ആത്മാംശം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കണം. ഒരാളിൻ്റെ ആത്മാവ് മരണത്തോടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകും. ആ പുറത്ത് പോകുമ്പോൾ ബന്ധുക്കളുടെ ആത്മാംശങ്ങളിൽ ന്യൂനോർജം പ്രസവിക്കും. അതായത് ന്യൂനോർജം നിഴലിക്കും, അതുപോലെ പരക്കും. ഇതാണ് സംഭവം. ഇത് 15 ദിവസം നിലനിൽക്കും ഈ ന്യൂനോർജം. അതുകൊണ്ടാണ് 15 ദിവസത്തെ അശുദ്ധി നമുക്ക് കൽപ്പിച്ചേക്കുന്നത്. അപ്പോൾ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരണത്തിൻ്റെ ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ഇപ്പോൾ മരണ വാർത്ത അറിയാൻ താമസിച്ചാൽ, ഇപ്പോൾ നമ്മുടെ ബന്ധു മരിച്ചു, അത് അറിയാൻ താമസിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞ അന്ന് ഒരു 10 ദിവസം പല ആചരിച്ചാൽ മതി. അല്ല, ഇനി 1 മാസം കഴിഞ്ഞാണ് നമ്മളിത് അറിയണേ എന്നുണ്ടെങ്കിൽ 3 ദിവസം ആചരിച്ചാൽ മതി. അല്ല, 3 മാസം കഴിഞ്ഞ് ആണ് നമ്മളിത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1.5 ദിവസം ആചരിച്ചാൽ മതി. ഇനി അതിനും മീതെ ആണ് 3 മാസം കഴിഞ്ഞിട്ടാണ് അറിയണമെന്നെങ്കിൽ ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ ഈ അശുദ്ധി മാറും. അതാണ്. പിന്നെ വേറൊരു കാര്യം കൂടി, നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ബന്ധു, നമ്മുടെ ബന്ധുവാണ്, ഇതുവരെ കണ്ടിട്ടില്ല, ഈ മരിച്ച അയാളും നമ്മളെ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ അശുദ്ധി ആചരിക്കേണ്ട കാര്യമില്ല, ആരുടെ ആയാലും. അതായത് നമ്മളും അവരെ കണ്ടിട്ടില്ല, അവരും നമ്മളെ കണ്ടിട്ടില്ല, നമ്മളെ അറിയാനും പാടില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധു ആണെങ്കിൽ കൂടി അവരുടെ ഈ അശുദ്ധി ആചരിക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ ഈ 3 തലമുറകളിലെ ആചരിക്കണം. 3 തലമുറ, അച്ഛൻ്റെ അമ്മയുടെയും ബന്ധത്തിലുള്ള 3 തലമുറകളുടെ ഈ അശൗചം, അതുപോലെ വാലായ്മ മാത്രമേ നമ്മൾ ആചരിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ പിന്നെ ഈ നമ്മുടെ ഈ ശരീരത്തിലെ ക്രോമസോൺ, ജീനുകൾ, DNA, RNA എന്നൊക്കെ പറയുമല്ലോ, ഈ ക്രോമസോണുകൾ വഴി പാരമ്പര്യത്തിൻ്റെ കണ്ണികൾ ചെങ്ങലകൾ പോലെ ബന്ധപ്പെട്ടുള്ളൂ. അത് 3 തലമുറ എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ആചാര്യന്മാര് ഈ 3 തലമുറ ആചരിച്ചാൽ മതി എന്ന് പറയണത്. ഇതാണ് വാലായ്മയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ ചാനൽ കാണാനും ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും
മുഴുവൻ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.